ഹായ് ഫ്രണ്ട്സ്, ബഡിമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ജ്വല്ലറി മേക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമുക്കിടെ കയ്യിൽ ഈ മെറ്റീരിയൽസൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പാടി സ്കൂളിൽ പഠിക്കുമ്പോൾ കോമ്പറ്റീഷന് പോകാൻ വേണ്ടി മേടിച്ച് വെച്ചായിരുന്നു മെറ്റീരിയൽസ്. അപ്പോൾ ഞാൻ അവന് ഓരോന്നും ഇങ്ങനെ കോമ്പറ്റീഷന് പോകുമ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കും. ഓരോ ഐറ്റവും ഉണ്ടാക്കേണ്ട മെറ്റീരിയൽസ് ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കും. അപ്പോൾ അതിലിരുന്നാണ് ഈ കമ്മലും 2 പേളും, ഇങ്ങനെ റിങ് കമ്മൽ അല്ലെങ്കിൽ ഈ പേള്. പിന്നെ നമുക്കതിലേക്ക് ഒരു കമ്മലുണ്ടാക്കാനായിട്ട് ഫ്യൂസ് സ്റ്റാർ എന്ന് പറയും. ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഓരോ ബോൾ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ കമ്മലിന് വേണ്ടിയിട്ട്. കുറച്ച് കയറ്റി കട്ട് ചെയ്യാനൊക്കെയാണ് കുട്ടികളോട് പറയുക. അതിപ്പോൾ കുറച്ചൊന്ന് മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒന്ന് ഇത് എൻ്റെ ടെക്നിക്കൊക്കെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ചെയ്യാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ കമ്മലിനുള്ളത് യൂസ് ചെയ്യാം. കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിട്ടോ. ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് കത്രിക ആയാലും മതി കേട്ടോ. അതിനി കട്ടറും പ്ലെയറൊക്കെ ഉണ്ട് ഓർണമെൻറ്റ്സ് മേക്കിങ്ങിന്. അത് ഇല്ലയെന്ന് വെച്ച് ഇതാക്കൊന്നും വേണ്ട. നമ്മുടെ കത്രികയിലായാലും ഇത് കട്ട് ചെയ്തെടുക്കാം. അതങ്ങനെ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സീറോ ബോളാണ്. സീറോ ബോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സുകൾ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതിനിപ്പോൾ 2 കൂടെ ജോയിൻ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ആ കട്ടർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 2 സീറോ ബോളും മതി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ കേട്ടോ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. എനിക്കിതിന് തോന്നുന്നു 50 രൂപയോ 60 രൂപയൊക്കെ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു കമ്മൽ. ആ സീറോ ബോളിനെ നമ്മുടെ ഈ ഫ്യൂസ് സ്റ്റാറിലേക്ക് കോർത്ത് കൊടുക്കുക. ഈ ഒരു പേൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഡ്രസ്സിന് മാച്ച് ആവണ രീതിയിലുള്ള ബീഡ്സ് ഏതും കോർത്ത് കൊടുക്കാം. ഇന്ന ബീഡ്സ് വേണമെന്നൊന്നുമില്ല. അപ്പം എനിക്ക് ഈ ഒരു പേളിട്ട കമ്മലിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ സ്കൂളിലേക്കൊക്കെ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ സെറ്റായിട്ട് പേളിൻ്റെ മാല, കമ്മൽ അങ്ങനെയൊക്കെയാക്കിയാൽ പഠിപ്പിക്കാം. അപ്പോൾ ഫ്യൂസ് സ്റ്റാറിനെ ഈ ഒരു ഹോളിൽ ഈ കമ്മലിൻ്റെ ഇതിൽ ഇതുപോലൊരു റിങ് ഉണ്ടല്ലോ, ഈ ഒരു റിങ്ങിൻ്റെ ആ ഒരു ഹോളിലേക്കാണ് നമ്മൾ ഈ ഫ്യൂസ് സ്റ്റാറിനെ കോർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഞാല് പോലെ ഇങ്ങനെ ഒന്ന് ആടാവുന്ന രീതിയിൽ, ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന രീതിയിലാക്കരുത്. ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ അങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. 2-3 ചുറ്റ് നല്ലോണം ചുറ്റി കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ ഉള്ളതിനൊന്ന് കട്ട് ചെയ്തും കൊടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ നിൽക്കണുണ്ടാവും. അത് നമുക്ക് ഈ പ്ലയർ വെച്ചൊന്ന് ഇതിലേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് ഒതുങ്ങിയിരിക്കും. മുടിയിലൊന്നും കൊളുത്തി വലിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കുത്തുകയൊന്നും ചെയ്യാതെ അങ്ങോട്ട് ഒതുങ്ങിയിരിക്കും. ഇതേപോലെ തന്നെ അടുത്ത കമ്മലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. മെറ്റീരിയൽസിൻ്റെ റേറ്റൊന്നും എനിക്കിപ്പോൾ വലിയ ഓർമ്മയില്ല. ഇത്രയും വർഷങ്ങളായില്ലേ അമ്പാടിക്ക് വേണ്ടി മേടിച്ചിരുന്നതാണ്. അവൻ സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ പോയിരുന്നപ്പോൾ. പിന്നെ അങ്ങനെ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കലോ ഉണ്ടാക്കലോ സെയിലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇപ്പം മെറ്റീരിയൽസിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത്. എന്നാലും നമ്മൾ ഈ മാർക്കറ്റിൽ ഈ 50 രൂപ 45 രൂപ 40 രൂപയൊന്നും കൊടുത്ത് മേടിക്കണം അത്രയും വരില്ല കേട്ടോ ഈ കമ്മലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് പ്ലയർ വെച്ചൊന്ന് ആ തുമ്പ് ഭാഗമൊന്ന് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം.
നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, സിമ്പിളായിട്ട് നമ്മുടെ റിങ് കമ്മലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.